കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുറേ പേര് റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. എന്തുവാടാ ഇതിൻ്റെ അത് പലരും നമ്മൾ ചോദിച്ച കിച്ചുവിൻ്റെ കേസ് ഇട്ടാണല്ലോ എടുത്തിട്ടിട്ട് ചേച്ചിയുടെ തമ്മിലേയും വെച്ചിട്ട് പല രീതിയിലും അങ്ങനെയുള്ളവരുടെ ചേച്ചിക്ക് എന്താണ് പറയുക? അങ്ങനെയുള്ളവർക്ക് എതിരെ കേസ് വേണേൽ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് കേസ് കൊടുക്കാം, പക്ഷെ ഞാൻ കേസ് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ പറഞ്ഞ് എന്നെ കൊണ്ട് ആഹാരം കഴിക്കുന്നതല്ലാതെ എന്നെ കൊണ്ട് ദോഷമൊന്നും ഇവന്മാർക്ക് വരുന്നില്ല. അപ്പോൾ ഇവന്മാർ ആഹാരം കഴിക്കട്ടെ. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു അനുമോളും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനെ ചൊല്ലിയിട്ട് 2 ദിവസം ഇന്നലെ മിനിയാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാൾ, അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ്. അതായത് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. അനുമോളുടെ വളർച്ചയിൽ ഞാനിതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേണ്ട ഒരു സഹപ്രവർത്തകയാണ് അല്ലേ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷൻ ചേട്ടനും എന്നെ അറിയാമെന്നാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകൻ, അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അനുമോൾ വളരുന്നത്. എന്ത് അസൂയ? എനിക്കൊരു അസൂയയില്ല. അവർ വിന്നറായത് അവരുടെ കഴിവ് കൊണ്ടാണ് വിന്നറായത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു എന്താ പറയുക കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്നൊരു ചെറിയൊരു രീതിയിൽ വെച്ചിട്ടുണ്ട്. അനുമോളൊക്കെ എത്രയോ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്കൊരു അനുമോളുടെ വളർച്ചയിൽ എനിക്കൊരു അസൂയയില്ല. അനുമോളുടെ എന്നല്ല, ഒരു സെലിബ്രിറ്റികളും വളരുന്നതിന് എനിക്ക് ഒരു അസൂയയില്ല. എനിക്ക് സന്തോഷം മാത്രമല്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. അതെൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് അനുമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, ബിന്നിയുടെ അവിടെ പോയോ, ബിന്നിയുടെ പരിപാടിക്ക് പോയോ, ഇന്ന പരിപാടിക്ക് പോയോ, അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് അനുമോൾ ഒരു നെഗറ്റീവായിട്ട് അനുമോൾ പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലേ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചല്ലോ, അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോൾ തിരക്കായതുകൊണ്ടാണ് അനുമോൾ വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോൾ വീട്ടിലിരിക്കുവാന്ന് രേണു സുധി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുവാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ ഫോൺ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ നേരിട്ട് മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാറുള്ളൂ. അതിനകത്ത് ആ വീഡിയോ ഇട്ട ആളുടെ അരികിലൊരു വോയിസ് ഉണ്ട്, അത് സംസാരിച്ചത്. അതിൻ്റെ അകത്ത് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഇല്ലേ രേണുവിന് അത് നേരെ പറഞ്ഞാൽ പോരെ, പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പകരം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് വളച്ചു പിടിച്ചാണ് എങ്ങനെ സംസാരിക്കണം? വളച്ചൊടിച്ച് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ മൂക്കി പിടിക്കാനായിരിക്കും ഇഷ്ടം. അതെൻ്റെ ഇഷ്ടമാണ്. ഞാനതിന് വേറെ തെറ്റൊന്നും പറഞ്ഞില്ല. അവരെ പറ്റി ഞാൻ നല്ലത് അല്ല ചീത്തയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുവിന് തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് പ്രോഗ്രാമിന് വന്ന് കാണില്ല. ഞാൻ തിരക്കായതുകൊണ്ട് ഞാനും വന്ന് കാണില്ല. അതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇങ്ങനെ എന്നാൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എടുത്തിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കുന്നത്. ഞാൻ നേരെ ചൊവ്വേ കാര്യം പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ എൻ്റെ പൊന്ന് അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനോട്ട് പറയത്തില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ കുടുംബത്തെ നോക്കുന്നത് ഞാനാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ചേച്ചിക്കെതിരെ വീഡിയോ ഇടുന്ന ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നത് കണ്ടവരുടെ കൂടെ കിടന്നിട്ടോ ഇല്ലെങ്കിൽ ദുബായിൽ പോയി ഫോട്ടോഷൂട്ടും മറ്റേ കാര്യങ്ങളും ചെയ്തിട്ടല്ല എന്ന്. ഞാനാണ് കിടന്നിട്ട് ഇവനാണ് എനിക്ക് മാമപ്പണി ചെയ്യുന്നത്. ഒരു സ്ത്രീയാണ് അത് പറഞ്ഞത്. അവളാണ് മാമപ്പണി ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാർ പറഞ്ഞത് രേണു ചേച്ചി ഒരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാനാണ് കുടുംബത്തെ നോക്കുന്നത്, നീ അത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാർ പറഞ്ഞു എനിക്കൊരു ഹസ്ബൻഡേ ഉള്ളൂ, അല്ലാതെ 2-3 ഹസ്ബൻഡുമാരില്ല എന്നൊരു സംഭവം പറഞ്ഞു. എനിക്ക് 2-3 ഹസ്ബൻഡുമാരുണ്ട്. അവൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ. അതുപോലെ പുള്ളിക്കാർ ചേച്ചി അറിയാവുന്നവർക്ക് ഒരാഗ്രഹമുണ്ട്. പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചിയെ ഫാമിലി വെച്ച് ചേച്ചിയുടെ അച്ഛനും ഒക്കെ ചേച്ചി വേറെ രീതിയിലാണ് കാണുന്നത്. അതുപോലെ ചേച്ചിക്ക് ഇതിനു മുമ്പ് സുധിച്ചേട്ടനെ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു ഭർത്താവുണ്ട്. ആ രീതിയിൽ ഒരു പാസ്റ്ററോ? പാസ്റ്റർ അല്ല അയാൾ. പാസ്റ്റർ ഒന്നുമല്ല. ഞാൻ പെന്തിക്കോസ് കല്യാണം കഴിച്ചെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് പാസ്റ്റർ അല്ല. അയാൾ പെന്തക്കോസ്റ്റിൽ ചേർന്ന് കെട്ടി. അയാളെ പറ്റി ഇപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അയാൾക്കത് പറയാനോ അയാൾക്ക് ഒരു ഫാമിലി ഉണ്ട്. അതൊന്ന് കേൾക്കാനോ പറയാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അയാളുടെ പേരും പറയുന്നത്. അയാളോട്ട് ഒരു ബന്ധവുമില്ല. അയാളോട് നിന്ന സമയത്ത് ഒളിച്ചോടി പോയതാണ്. അവളാണ് ആ പരിപാടി ചെയ്തത്. ഞാൻ അങ്ങനെ ഒളിച്ചോടി പോകേണ്ട എനിക്ക് കാര്യമില്ലായിരുന്നു. അതുപോലെ അവർ ഇതിൻ്റെ അത് പറയുന്നുണ്ട് ദുബായി പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിന് അവരെ തെളിവുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തെളിവുണ്ട്, അവളെ ഇടത്തേനെ. എനിക്കെന്താണ് ഒരു വിഷയമില്ല. രേണു അതുപോലെ തന്നെ ദുബായി പോകുന്നതിന് മെയിൻ കാരണം പലരും ബാറിൽ വിളിക്കുന്നത് ഓരോ ഡാൻസും കാര്യങ്ങളും അത് അവളായിരിക്കും, അവള് പോകുന്നതായിരിക്കും. ഞാനല്ല. ഞാൻ പോകുന്ന ഒന്നാമതിന് പ്രമോഷന് പോകുന്നതാണ്.
ബാർ റെസ്റ്റോറൻറ്റ് പ്രമോഷന് പോകുന്നതാണ്. ഇനിയും ഞാൻ പോകും. അടുത്ത മാസം 16-ാം തീയതി റാസൽ കൈമയിൽ പോകും. അവള് ക്യാമറ ആയിട്ട് അങ്ങോട്ട് വരാൻ പറ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഏതവളാന്ന് എനിക്കറിയത്തില്ല, ആരാണേലും. ഇതുപോലെ തന്നെ ചേച്ചിയുടെ ഏത് വീഡിയോ ഇട്ടാലും ഈ റിയാക്ട് ചെയ്ത് ഒരുപാട് പേര്, ഈ അതുൽ വ്ളോഗ് അയാൾ ഭയങ്കരമായിട്ട് ചേച്ചിയെ ടാർഗറ്റ്, പുള്ളിക്കാരൻ്റെ തംബ്ലേനാണെങ്കിലും എല്ലാം ചേച്ചിയെ ഫാമിലിയെ വെച്ചിട്ട് വരെയാണ് പറയുന്നത്. അപ്പോൾ അയാൾക്കെതിരെ ഒരു കേസോ കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കേസ് നടക്കുന്നുണ്ട്. കേസ് ഇപ്പൊ പോലും കഴിഞ്ഞ ദിവസത്തെ ബൈക്കിൽ സമയമില്ല. ഒന്നാമത്തെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അഖിലിനൊക്കെ അറിയാവുന്നതല്ലേ, ഞാൻ നല്ല ഓട്ടമാണ്, തിരക്കാണ്. ഇവറ്റകളൊക്കെ പറയും ഇവര് നമ്മളെ കൊണ്ട് കഴിക്കട്ടേന്നേ, ആഹാരം കഴിക്കട്ടെ, ഇറക്കട്ടേന്നേ, കഴിക്കട്ടെ എന്നെ വിട്ടിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ?